ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ജീസസ് ലവ്സ് യു. നിങ്ങളിൽ ആർക്കെങ്കിലും എന്ന് കൊള്ളുമില്ല എന്ന് മനസ്സിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്ന് ഒരു കാര്യത്തിനും കൊള്ളില്ല, എന്നിൽ നിന്നൊരു നന്മ ആർക്കുണ്ടാവാൻ? ഒരുപക്ഷെ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു കാണാം, നിന്നെ എന്തോത്തിന് കൊള്ളാം. ഒരുപക്ഷെ വീട്ടുകാർ തന്നെ പറഞ്ഞു കാണാം, നീ ഉണ്ടായപ്പോൾ തുടങ്ങിയ കഷ്ടകാലമാണ്. ഇന്നത്തെ മോഡേൺ ഭാഷയിൽ ചിലർ പറഞ്ഞു കാണാം, യു ആർ ഗുഡ് ഫോർ നത്തിങ്, യു ആർ യൂസ്ലെസ്. ഒരുപക്ഷെ നിൻ്റെ കൂട്ടുകാർ തന്നെ, നിൻ്റെ സുഹൃത്ത് തന്നെ നിന്നെ മാറ്റി നിർത്തി കാണാം. സമൂഹത്തിൽ നിനക്ക് ഒരു സ്ഥാനം തരാതിരുന്നിട്ടുണ്ടാവാം, മാറ്റി നിർത്തിയിട്ടുണ്ടാവാം. അപ്പോഴെല്ലാം നിൻ്റെ മനസ്സിൽ ഒരു വേദന ഉണ്ടായി കാണാം. ഒരുപക്ഷെ എന്നെ ഒരു കാര്യത്തിലും കൊള്ളത്തില്ലല്ലോ. പ്രായം ചെല്ലുന്ന ചില അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളെ ഇനിയും ആർക്ക് വേണം, ഞങ്ങളെ ഇനിയും എന്തോത്തിന് കൊള്ളാം. അങ്ങനെ ആരുടെയെങ്കിലും വാക്കാൽ, ആരുടെയെങ്കിലും പ്രവർത്തിയാൽ നിൻ്റെ മനസ്സ് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ, എന്നെ ഒരു കാര്യത്തിനും കൊള്ളുമില്ല, എന്നിൽ നിന്നൊരു നന്മ ഉണ്ടാവില്ല എന്നുള്ള ചിന്ത എപ്പോഴെങ്കിലും നിങ്ങളെ ഭരിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിൽ പ്രിയരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവിൻ്റെ വചനം ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 2-3 ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നു, ഐ വിൽ മേക്ക് യു ഇൻ ടു എ ഗ്രേറ്റ് നേഷൻ ആൻഡ് ഐ വിൽ ബ്ലെസ് യു. ഐ വിൽ മേക്ക് യുവർ നെയിം ഗ്രേറ്റ് ആൻഡ് യു വിൽ ബി എ ബ്ലെസ്സിങ്. ഐ വിൽ ബ്ലെസ് ദോസ് ഹു ബ്ലെസ് യു ആൻഡ് ഹൂവെവർ കർസസ് യു ഐ വിൽ കർസ് ആൻഡ് ഓൾ പീപ്പിൾസ് ഓൺ എർത്ത് വിൽ ബി ബ്ലെസ്ഡ് ത്രൂ യു. കർത്താവിൽ പ്രിയരെ, ഇനി അങ്ങനൊരു ചിന്ത നിങ്ങളുടെ മനസ്സിനെ ഭരിക്കേണ്ട. ഈ വചനത്താൽ അങ്ങനെ ആർക്കെങ്കിലും ഒരു മുറിവേറ്റ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഈ വചനത്തെ ഇപ്പോൾ തന്നെ നിങ്ങൾ സ്വീകരിച്ച് നിങ്ങളൊരു അനുഗ്രഹമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവെ നമ്മൾ കർത്താവും നാഥനുമായി സ്വീകരിച്ചോടെ, വിശുദ്ധ മാമോദീസ നമ്മൾ കൈക്കൊണ്ടോടെ, ദൈവത്തിൻ്റെ ഈ വചനം നമ്മളിൽ പൂർത്തിയാകുവാണ്. ദൈവത്തിൻ്റെ ഈ പ്രോമിസ്, ഈ വാഗ്ദാനം നമ്മളിൽ പൂർത്തിയാകുവാണ്. By means of accepting Lord Jesus Christ as your Lord and Savior, the promissory of God through Genesis comes into effect. You are a blessing. നിന്നിൽ നിന്ന് മറ്റുള്ളവർ അനുഗ്രഹം പ്രാപിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ദൈവം ശപിക്കും. നിന്നെ മാറ്റി നിർത്തിയവരൊക്കെ നിന്നെ തേടി വരും. കാരണം നീ ഒരു അനുഗ്രഹമാണ് അവർ മനസ്സിലാക്കും. നിൻ്റെ ശത്രു ആരും ഇനിയും നിന്നെ ശപിക്കത്തില്ല. കാരണം നിന്നെ ശപിച്ചാൽ അവർ ശപിക്കപ്പെടും എന്നവർ അറിയും. മൈ ഡിയർ ഫ്രണ്ട്, മൈ ബ്രദർ, മൈ സിസ്റ്റർ, യു ആർ എ ബ്ലെസ്സിങ്. എൻ്റെ സഹോദര സഹോദരി, നീ ഒരു അനുഗ്രഹമാണ്. ഈ വാക്കിൽ നീ വിശ്വസിച്ച്, നിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിൻ്റെ ജീവിതത്തെ സമർപ്പിച്ചൊന്ന് നോക്കിക്കേ. നീ പോകുന്ന ഇടങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നീ കാണുന്നവർ നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടും. നീ ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ അനുഗ്രഹിക്കപ്പെടും. നീ ഒരു അനുഗ്രഹമായി മാറും. നീ മറ്റുള്ളവരെ അനുഗ്രഹമാക്കി മാറ്റും. മൈ ഡിയർ ഫ്രണ്ട്, ലെറ്റ് മീ അഗെയിൻ റീട്രേറ്റ്, യു ആർ എ ബ്ലെസ്സിങ്. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.